എല്ലാവർക്കും നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആശാന്റെ കൃതികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളിലെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങള്, അദ്ദേഹത്തിന്റെ പ്രധാന കാവ്യങ്ങളെ കുറിച്ചുണ്ടായ അഭിപ്രായങ്ങള്, ആശാനെ കുറിച്ചുണ്ടായ പ്രധാന പഠനങ്ങള്, ഇവയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും പെന്നും പേപ്പറും ഒക്കെ എടുത്ത് ഇരിക്കുക. ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പിന്നീട് ഇതിനു വേണ്ടി ഒരു സമയം മാറ്റി വെക്കാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതില് ആശാനെ കുറിച്ച് പറയുമ്പോ നമ്മൾ പറയാറുണ്ട് അദ്ദേഹം വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രമാണ് എന്ന് പറയാറുണ്ട്. ചെറിയ ക്ലാസ് തൊട്ട് നമ്മൾ ഈ കാര്യം പഠിച്ചിട്ടുണ്ട്. ആരാണ് ആശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഈ കാര്യം നിങ്ങൾ പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേട്ടത്തി പോലുള്ള പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കുക. നിങ്ങൾക്ക് ഈ വിശേഷണം അറിയുന്നുണ്ടാവും. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് ആശാനെ വിളിക്കാറുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് പറഞ്ഞതാര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇടക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. ജോസഫ് മുണ്ടശ്ശേരിയാണ് ഉത്തരം. ഇനി അതുപോലെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ആശാന്റെ പ്രേമം ആദ്യം സമുദായത്തെ നിഷേധിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രേമത്തിന്റെ പ്രാകൃതാംശത്തെ തള്ളിക്കളയുന്നു. ആധാരങ്ങൾ ആവശ്യമില്ലാത്ത ഒരു കേവല രാശിയായി ശുദ്ധ ചൈതന്യമായി അത് ഉയർന്നു നിൽക്കുന്നു. ഇതൊരു പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് തോമസ് മാത്യു ആണ്. ഈ വരിയും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. പിന്നെ നമ്മൾ ആശാന്റെ പ്രധാന കാവ്യങ്ങളാണ് വിശദമായി ചർച്ച ചെയ്തത്. അതുകൂടാതെ ആശാന്റെ ലഘുകൃതി സമാഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുഷ്പവാടി, വനമാല, മണിമാല. ചിലപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആശാന്റേതല്ലാത്ത കൃതി ഏത് എന്ന് ചോദിച്ച് ഈ മൂന്നെണ്ണവും മറ്റൊരു കൃതിയും കൂടി ചോദിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആശാന്റെ കൃതി എന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ആശാൻ തർജ്ജമ ചെയ്തത് ശ്രീ ബുദ്ധചരിതം അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് പ്രരോദനത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ആശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോദനം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പ്രരോദനം നല്ല കവിതയാണ്, ചീത്ത വിലാപമാണ് എന്ന് ആരാണ് പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രരോദനം നല്ല കവിതയാണ്, ചീത്ത വിലാപമാണ്. അങ്ങനെ പറഞ്ഞത് ഗുപ്തൻ നായരാണ്. ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി കൂടുതൽ സമയം ചെലവഴിക്കരുത്. ഈ കാര്യങ്ങൾ ഒക്കെ ഇപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഇനി ലീലാഹൃദയം എന്ന വ്യാഖ്യാനം രചിച്ചതാര്? കരിമ്പുഴ രാമകൃഷ്ണനാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അധികം എടുത്ത് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലീലാഹൃദയം എന്ന വ്യാഖ്യാനം രചിച്ചത് കരിമ്പുഴ രാമകൃഷ്ണൻ. ഇനി ആശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നവോത്ഥാനത്തിന്റെ കവി ആരാണെന്ന് ചോദിച്ചാൽ നമ്മള് പെട്ടെന്ന് പറയും കുമാരനാശാൻ ആണ് എന്ന് പറയും. പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വീണ്ടും സംശയം വരാൻ സാധ്യതയുണ്ട്. തായാട്ട് ശങ്കരനാണ് ആശാനെ നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. ശ്രദ്ധിക്കുക, നവോത്ഥാനത്തിന്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന ആശാനെ വിളിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആശാന്റെ നായികമാർക്ക് ഹിസ്റ്റീരിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? പി ദാമോദരനാണ് ഉത്തരം. ആശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചതാരാണ്? ഡോക്ടർ M ലീലാവതി. ഈ വിശേഷണങ്ങളും ഈ പ്രരോദനത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ച് വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. നമ്മളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യം നിങ്ങള് മനസ്സിൽ ഇപ്പൊ തന്നെ ഉറപ്പിച്ച് വെക്കുക. ഇനി ആശാനുമായി ബന്ധപ്പെട്ട് ആശാന്റെ കൃതികളുമായി ബന്ധപ്പെട്ട് ധാരാളം പഠനങ്ങള് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൃതികളുണ്ട്. ഇന്നും കൃതികള് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ആശാനെ കുറിച്ചുള്ള പ്രധാന കൃതികള് 2-3 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. അതിലാദ്യത്തേത് ആശാന്റെ സീതാകാവ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എഴുതുകാരാണ് സുകുമാർ അഴീക്കോടാണ് ആശാന്റെ സീതാകാവ്യം രചിച്ചത്. സീതയിലെ ആശാൻ
നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ആശാന്റെ സീതാകാവ്യം സുകുമാർ അഴീക്കോടാണ്. സീതയിലെ ആശാൻ പൊൻകുന്നം ദാമോദരനാണ്. ഇനി ആശാനും മലയാള സാഹിത്യവും ആരാണ് രചിച്ചത്? EMS ആണ്. ആശാനും മലയാള സാഹിത്യവും EMS. ചിലപ്പോ ഈ ചോദ്യത്തില് EMS എന്നൊരു ഓപ്ഷൻ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും EMS അല്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റാൻ വേറെ ഉത്തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക, ആശാനും മലയാള കവിതയും EMS ആണ് രചിച്ചത്. ഇനി ആശാന്റെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് പരീക്ഷകൾക്ക് നെറ്റിനും സെറ്റിനും ഒക്കെ ചോദിച്ച ചോദ്യമാണ്. ആശാന്റെ ഹൃദയം രചിച്ചത് PK നാരായണപിള്ള. ആശാന്റെ ഹൃദയം PK നാരായണപിള്ള, മറക്കരുത്. അപ്പൊ ഇനിയും കൃതികളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മള് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങള് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു വരിക. ഏത് പരീക്ഷയ്ക്കാണോ തയ്യാറെടുക്കുന്നത് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഊർജത്തോടെ തന്നെ തയ്യാറെടുക്കുക. പരീക്ഷകളെ നമുക്ക് വളരെ ധൈര്യത്തോടെ നേരിടാൻ സാധിക്കണം. ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എല്ലാവരും പഠിക്കുക. പരീക്ഷയൊക്കെ നല്ലതാവട്ടെ. നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.